8 ഷെയറാണ്. എത്ര ഷെയർ? 10 ഷെയർ. 10 ഷെയർ കണ്ടില്ലതിൽ. 9 ഷെയർ. 10 ഷെയർ. വേറെ നിങ്ങൾ മാറിയെന്ന് എങ്ങനെ? എത്ര ഉള്ള മീൻ എന്തെങ്കിലും ഉണ്ടാ? പണി വളരെ കുറവാണ്. ജൂലൈ 11-ാം തീയതി തട്ടുപടിയല്ലേ പണിക്ക്? പിന്നെ കണവയ്ക്ക് പോയവരാണ്. 4-5 ചെമ്മീൻ ഇത് ഓരോ വീട്ടുകാർക്ക് ഷെയർ. ഇത് എന്താ ഇത്? ഒന്നാവൂല. ചില സമയങ്ങളിലെ ഇതുപോലെ വള്ളക്കാരൊക്കെ ഇതുപോലെ കറിക്ക് മീൻ ഷെയർ ചെയ്യുമ്പോഴേ ഈ വെളിയിൽ നിന്ന് വരുന്ന ചില കൂട്ടുകാരുണ്ട് കേട്ടോ, ഇവർക്ക് കാര്യങ്ങൾ അറിയില്ല. അപ്പൊ ഇത് വിൽക്കാനുള്ള മീനാണെന്ന് പറഞ്ഞിട്ട് ഇവരോട് ചോദിക്കും കേട്ടോ. ക്യാഷ് കൊടുത്തിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളെ എങ്ങാനും പരിസരത്തുണ്ടെങ്കിൽ പറയും ഇത് അവരെ കറിക്കുള്ള മീനാണ്, അവരിത് കൊടുക്കാനല്ല എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. അപ്പൊ നിലവില് ജൂലൈ 11-ാം തീയതി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു അവസ്ഥ എന്താണെന്നുണ്ടല്ലോ, മീനുകൾ ഒന്നും തന്നെ ഇല്ല. രാവിലെയൊക്കെ തട്ടുമടിക്കാർ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് നെത്തോലി മീനുകളാണ്. അതുപോലെ കണവ വള്ളക്കാർ വരുന്നുണ്ട്, അവർക്ക് ഒരു കുട്ട തികച്ചില്ലാതെ കണവയും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഫ്രാങ്ക്ലി ഇവിടെ നിപ്പുണ്ട്. ഫ്രാങ്ക്ലി എന്ത് വിശേഷം? എന്തെങ്കിലും ഉണ്ടോ മീന്? എത്ര നിങ്ങൾക്ക് എത്ര കുട്ടമുണ്ട്? ഒരു കുട്ട കണവ ഉണ്ട്. ഇത് 3 ആൾക്കാരാണ് പണിക്ക്. എന്ത് ഫ്രാങ്ക്ലി ഒരു ദിവസം കാണുന്ന മീൻ പിറ്റേ ദിവസം കാണുന്നില്ല? ദിവസം കാണുന്ന മീൻ വരവും കാര്യങ്ങളും ചേലും കാര്യങ്ങളും കൊണ്ടുള്ള ഇത് തന്നെ. ഇവര് ചേലെന്നൊക്കെ പറയുന്നത് കാറ്റിന്റെ ദിശയും അതുപോലെ കടലിന്റെ അടി ഒഴുക്കിനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഒരു കൂട്ട കണവുണ്ട്, 3 ആൾക്കാരാണ് പണിക്ക് പോയിട്ടുള്ളത്. അപ്പൊ പൊള്ളൽ ഒരു വള്ളത്തിൽ 3 പെട്ടി നിറയെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഉണ്ടായിരുന്നല്ലേ? ഒരു തമിഴ്നാട് വള്ളത്തിലാണ്. ഇതിലും പൊള്ളലുണ്ടെന്ന് പറയുന്നത്. ഇത് തമിഴ്നാട് വള്ളം തന്നെയാണ്. നോക്കാം, അതിലുണ്ടല്ലേ? വലയ്ക്കാണ് പൊള്ളലുള്ളത്. 50 കുട്ടിച്ചുരമാണ് എണ്ണി എടുക്കുന്നതെന്ന് തോന്നുന്നത്. എല്ലാം അറിയില്ല, നോക്കാം. എത്ര ചൂര എണ്ണി എടുക്കുന്നു? 50. വില പറഞ്ഞില്ല. ആദ്യമായിട്ട് അവർ 50 എണ്ണം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എത്ര വെട്ടി വരും? ഒരു വെട്ടി വരുമോ? ഒരു വെട്ടി തന്നെ. ഒരു വെട്ടിയാണ്. നേരത്തെ വന്ന വിനോദിന്റെ വെള്ളത്തിൽ 3 വെട്ടി ഉണ്ടായിരുന്നു കുട്ടിച്ചൂര്. 50 എണ്ണം ഇതാണ് എണ്ണി എടുക്കുന്നത്. ഇതാണ് വില ചോദിക്കാം കേട്ടോ. വില ചോദിക്കും. കുട്ടിച്ചൂര് എത്ര? അത് തന്നെ. ലേലം എത്ര പോകുന്നു? അവർ വരട്ടെ, വന്നിട്ട് ചോദിക്കാം. എത്ര രൂപ പോകണം? 50 എണ്ണം 45 രൂപ വെച്ച് പോകുന്നു അല്ലേ? ശരി. 2200 വിളി, ആദ്യത്തെ വിളി എന്നാണ് പറയുന്നത്. ഏതായാലും 40-45 രൂപയ്ക്ക് വിലയുണ്ട്. കടപ്പുറ വിലയാണ് കേട്ടോ നമ്മൾ പറയുന്നത്. ഇന്നലെയൊക്കെ ഒരുപാട് കുട്ടിച്ചൂര് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരുപാട് വള്ളക്കാർ പോയത്. അപ്പൊ പോയ എല്ലാ വള്ളക്കാർക്കും ഒരേപോലെ മീനില്ല. ഇവർക്ക് ഒരു വെട്ടിയിൽ മാത്രമേ ഉള്ളൂ. നേരത്തെ വന്ന ഒരു വള്ളക്കാർക്ക് ഒരു 3 വെട്ടി നിറയെ ഉണ്ടായിരുന്നു. കടപ്പുറ വിലയാണ് പറയുന്നത് കേട്ടോ. 45 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തീരെ ചെറിയ സൈസാണ്. ഒരുപാട് വലുതൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു മീഡിയം സൈസാണ്. അതുപോലെ തന്നെയാണ് അവരുടെ ചെലവും കാര്യങ്ങളൊക്കെ കൂടെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കണേ കേട്ടാ. 2750. 2550 രൂപ 50 എണ്ണം. 50 പൊള്ളലെടുത്ത ചേട്ടനാണ് ഇവിടെ വന്നത്. കാരണം ഒരു പൊള്ളലിന്റെ ഒരു സൈഡ് ചെറുതായിട്ട് ഇല്ല. അപ്പൊ അതുകൊണ്ട് വേറെ മാറ്റി ചോദിച്ചിട്ട് അയാൾ പറഞ്ഞ വിലയാണ് 2550 രൂപ കടപ്പുറ വിലയാണ്. അപ്പൊ ഒരു കുട്ടിച്ചൂരുടെ വില എന്താണെന്ന് നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കി എടുക്കുക. 50 കുട്ടിച്ചൂരുടെ വിലയാണ് നേരത്തെ പറഞ്ഞത്. 2550 രൂപയാണ്. ചെറിയ വള്ളക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇവർക്ക് ചിലപ്പോൾ നവരമീനൊക്കെ കാണാനായിട്ട് സാധ്യതയുണ്ട്. വാരി അടിക്കാണെ നോക്കാം. കണവയാണോ നവരമീനാണോന്ന് അറിയില്ല. കണവയാണ് കേട്ടോ ഇവർക്ക്. സൂചിക്കണവയാണ്. ചെറിയ പയറുള്ളക്കാരാണ് കേട്ടോ ഇവര്. എന്നാ കണ്ണൻകൊടിയാളെ എന്തിനുള്ളത്? ഈ വിലയിലുള്ളതിന്, പുള്ളൽ വിലയ്ക്കുള്ളത്.
സാധാരണ കണ്ണൻകുടികൾ അങ്ങനെ പായില്ലല്ലോ, എല്ലാ സമയങ്ങളിൽ പോയതല്ലേ. ഈ കണ്ണൻകുടികളെ ഒരു പെട്ടി ഉണ്ടോ? ഇല്ല, ഇത്രയുണ്ട്. ഒരു പെട്ടിയിൽ കണ്ണൻകുടികളെ ഉണ്ട് കേട്ടോ. ഇവർക്ക് ഒരു പെട്ടി പൊള്ളലുണ്ട്. കണ്ണൻകുടികളുടെ വില ഒന്നും അറിയില്ല. അവർ ആദ്യമായിട്ട് കൊണ്ടുപോവുകയാണ്. 50 എണ്ണ എണ്ണ എടുത്ത് കൊണ്ടുപോവുകയാണ്. നോക്കാം വില എന്താണെന്ന്. കണ്ണൻകുടികളെ 50 കേട്ടോ. 50 എണ്ണ അടിക്കുകയാണ്. അപ്പൊ തന്നെ എണ്ണ എടുക്കുന്നത് കണ്ണൻകുടികളെ 50 തന്നെയാണ്. വില അറിയില്ല കേട്ടോ. അവര് വരട്ടെ, വന്നിട്ട് ചോദിക്കാം വില എന്താണ്. ഇപ്പൊ കൊണ്ടുപോയി ആദ്യത്തെ വിളി എത്ര കണ്ണൻകുടികള്? ഫസ്റ്റ് വിളി 4000 വിളിക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നു. 4000 50 കൊടിയാളുടെ ആദ്യത്തെ വിളി. വന്നിട്ട് ചോദിക്കാം കേട്ടോ എത്രയാണ് പോയെന്ന്. വന്നിട്ട് ചോദിക്കാമേ. രണ്ടാമതായിട്ട് കൊണ്ടുപോവുകയാണ് 50 എണ്ണം. എത്ര 50 എണ്ണം എത്ര പോയി? ഇപ്പൊ 3500 ഫസ്റ്റ് വിളി കേട്ടോ. 3500 വിളിക്കുന്നു. അപ്പൊ ആദ്യത്തെ ഇത് ചോദിച്ചില്ലേ അണ്ണാ? 4100. 4100 ആദ്യത്തെ 50 കണ്ണൻകുടിയുടെ വില. 4100 രൂപയാണ് 50 കണ്ണൻകുടികളുടെ കടപ്പുറ വിലയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഭാഗിച്ചെടുത്താൽ മതി. 4100 ഭാഗം 50, അപ്പം കടപ്പുറ വില കിട്ടും കേട്ടോ. അതിന്റെ കൂടെ ചെലവും കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ ഇത് തന്നെയാണ്. ഏതായാലും മാക്സിമം നമുക്കൊരു 4 മണി, ഇന്നലെ ഒരു 5 മണി സമയമായാലും നമുക്ക് നമ്മുടെ കുട്ടിച്ചൂര മീൻ ഉണ്ടായിരുന്നു നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത്. അപ്പൊ ഇനിയും പറയാൻ പറ്റത്തില്ല. ഒരുപാട് വള്ളക്കാർ കരയ്ക്ക് വരാനുണ്ട്. ഇനി അവര് കുട്ടിച്ചൂര കൊണ്ടുവരുമോ ഇല്ലാന്നുണ്ടെങ്കിൽ കണോ തന്നെ കൊണ്ടുവരുമോ ഒന്നും തന്നെ അറിയില്ല. ഏതായാലും വരാനിരിക്കുന്ന കൂട്ടുകാർ 4 മണിക്ക് മുൻപേ തന്നെ വരാൻ നോക്കണേ.